ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്കെല്ലാവർക്കും എക്സോട്ടിക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ലേഖ ടീച്ചർ, ഹിസ്റ്ററി ടീച്ചറാണ്. ഞാൻ നിങ്ങൾക്ക് പ്ലസ് ടുവിൽ തന്നെ ഫസ്റ്റ് ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു സമയം കൊണ്ട് നമ്മൾ സാധാരണ രീതിയിലാണെങ്കിൽ 1-2 ചാപ്റ്റേഴ്സ് പഠിച്ച് നമ്മളതിൻ്റെ പിന്നെ എന്താ പറയുക ടെസ്റ്റ് പേപ്പറൊക്കെ നടത്തേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സിലൂടെ നമുക്ക് നമ്മുടെ പഠനം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ എന്താ പറയുക പ്ലസ് ടുവിലുള്ള നമ്മുടെ ഈ വർഷത്തെ നമ്മൾ ഹിസ്റ്ററി എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ടീച്ചർ ഇനി പറയാൻ പോകുന്നത്. എന്തായാലും +1 എല്ലാം നന്നായിട്ട് നിങ്ങൾ എക്സാമൊക്കെ എഴുതി റിലാക്സ്ഡ് ആയിട്ടിരിക്കുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ എന്തായാലും ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് നല്ല സന്തോഷത്തോടു കൂടി ഇത് കണ്ട് പഠിച്ച് മുന്നോട്ട് പോവുക. എന്തായാലും ഞാൻ നമ്മുടെ ടെക്സ്റ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാം. നിങ്ങൾക്കെല്ലാം ഹിസ്റ്ററി ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ലാത്തവർ എഡ്യൂക്കേഷൻ്റെ വെബ്സൈറ്റുകളിലൊക്കെ കിട്ടുമായിരിക്കും, അതൊക്കെ നോക്കുക. അല്ലാത്തവർ മേടിക്കാൻ ശ്രമിക്കുക. എന്തായാലും പുസ്തകം വളരെ അത്യാവശ്യമാണ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഈ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ +1 പറഞ്ഞിട്ടുണ്ട്. +1 വേൾഡ് ഹിസ്റ്ററി ആണെങ്കിൽ +2 നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിനകത്ത് 4 പാർട്ടുകളായിട്ടാണ് ഈ പുസ്തകം ചെയ്തിരിക്കുന്നത്. 4 പാർട്ടുകളെന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 പാർട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയും 4ാമത്തെ പാർട്ട് കേരള ഹിസ്റ്ററിയുമാണ്. അപ്പോൾ ആദ്യത്തെ 3 പാർട്ടെന്ന് പറയുമ്പോൾ അത് ഒരു പീരീഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതായത് ഏൻഷ്യൻ്റ്, മിഡീവൽ, മോഡേൺ. അതായത് എന്താ പറയുക പുരാതന കാലഘട്ടം, മധ്യകാലഘട്ടം, അതുപോലെ ആധുനിക കാലഘട്ടം. ഈ 3 കാലഘട്ടത്തെയും കുറിച്ച് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കുന്നു. ഇവിടെ നമ്മൾ ഇന്ത്യയുടെ ചരിത്രം കഴിഞ്ഞ വർഷം നമ്മളത് പഠിച്ചിട്ടേ ഇല്ല. നമ്മൾ മൊത്തം വേൾഡ് ഹിസ്റ്ററിയാണ് പഠിച്ചത്. അപ്പോൾ ഇനി ഇന്ത്യയുടെ ചരിത്രം, അതായത് ആദിമ സംസ്കാരം മുതൽ ഇന്നത്തെ ആധുനിക ഇന്ത്യ വരെയുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ഇവിടെ പഠിക്കുന്നു. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ട്രഡീഷണലി നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന പോലെ ക്രോണോളജിക്കൽ ഓർഡറിൽ അതായത് നമുക്കറിയാം കാലഗണനാക്രമത്തിലുള്ള ഒരു രീതിയല്ല ഇപ്പോഴത്തെ സിലബസുകളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവൻസുകൾക്ക് അല്ലെങ്കിൽ സംഭവങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അതിലേറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അതെങ്ങനെ ആ സംഭവങ്ങൾക്ക് ഇടയായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഓരോ സംഭവങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആണ് നിങ്ങളുടെ പുസ്തകം ചെയ്തിരിക്കുന്നത്. ഓരോ ചാപ്റ്റേഴ്സും കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടാണ് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകേണ്ടത്. കറക്റ്റായിട്ടും കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. ആദ്യത്തെ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നിങ്ങളുടെ പുസ്തകം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ടോട്ടൽ ഈ പുസ്തകത്തിനകത്തുള്ള എന്താ പറയുക ടോട്ടൽ ചാപ്റ്റേഴ്സിൻ്റെ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ പഠിക്കുന്നത് മഹത്തായ സംസ്കാരമായ സിന്ധു നദീതട സംസ്കാരം, ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് ആ സംസ്കാരത്തിൻ്റെ അധപതനത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള വൈദിക കാലഘട്ടം, അതായത് വേദിക് കൾച്ചർ, അതായത് ആര്യന്മാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എത്തുകയും ഇവിടെ ഉണ്ടായിരുന്ന ദ്രവീഡിയൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഒരു സംസ്കാരം ഗംഗാ നദീതീരത്ത് അവർ സ്ഥാപിക്കുന്നു. അതാണ് നമ്മൾ 2ാമത്തെ ചാപ്റ്റർ പഠിക്കുന്നത്. 3ാമത്തെ ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ സൊസൈറ്റി, എക്കണോമി എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കുന്നു. 4ാമത്തെ ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ ഇന്ത്യയിലുണ്ടായ മതങ്ങളായ ബുദ്ധിസം, ജൈനിസം പോലെയുള്ള മതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. 5ാമത്തെ ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള ഫോറിൻ ട്രാവലേഴ്സ് അവർ ഇന്ത്യയെ എങ്ങനെ നോക്കിക്കണ്ടു, അവരുടെ അക്കൗണ്ട്സുകൾ, അതിനെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. 6ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ പറയുക ഇന്ത്യയിലെ ഉണ്ടായിരുന്ന മതങ്ങളുടെ ഒരു നവീകരണം ഉണ്ടാവുകയും അവിടെ ഭക്തിപ്രസ്ഥാനം, സൂഫിസം പോലെയുള്ള പുതിയ എന്താ പറയുക മതവികാരങ്ങൾ അവിടെ ഉണ്ടാകുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു. അടുത്ത ചാപ്റ്റേഴ്സിന് നമ്മൾ പോകുമ്പോൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സാമ്രാജ്യമായ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു.
അപ്പോഴത്തേക്കും നമ്മൾ ഒരു മിഡീവൽ പീരീഡ് എത്തിക്കഴിഞ്ഞു, അതായത് മധ്യ കാലഘട്ടം എത്തിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ മുഗളന്മാരെ കുറിച്ച് പഠിക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു സാമ്രാജ്യത്തിൻ്റെ ഉടമകളായിരുന്ന മുഗൾസ്. അപ്പോൾ അവരുടെ ചരിത്രം നമ്മൾ അവിടെ മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മോഡേണിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് യൂറോപ്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള ആഗമനമാണ്. അവിടെ നമ്മൾ പോർച്ചുഗീസുകാർ, അതുപോലെ തന്നെ ഫ്രഞ്ച്, അതുപോലെ ഡച്ച്, പിന്നെ ഇംഗ്ലീഷ്, ഇവരുടെയൊക്കെ ആഗമനവും അവർ ഇന്ത്യൻ സൊസൈറ്റിയിലും എക്കണോമിയിലും ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ അവിടെ ക്ലിയർ ഔട്ട് ചെയ്യുന്നു. പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് ബ്രിട്ടീഷേഴ്സ് നമ്മുടെ ഇന്ത്യ കീഴടക്കുകയും ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയിലും സാമൂഹ്യ വ്യവസ്ഥയിലും അവർ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും. അത് അടുത്ത ചാപ്റ്റേഴ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരുടെ ഈ ഭരണത്തിന് എതിരായിട്ട് നമ്മുടെ നാട്ടുരാജാക്കന്മാരും സെമീദാസും പെസൻസും ഒക്കെ പെസൻസ് മീൻസ് കർഷകരുമൊക്കെ നയിച്ചിട്ടുള്ള കലാപങ്ങളെയും അതിൻ്റെ ഫലമായിട്ടുണ്ടായ 1857 നമ്മുടെ ശിപ്പായി ലഹള എന്ന് അവർ വിശേഷിപ്പിക്കുന്നത്, നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്ന റിവോൾട്ട് ഓഫ് 1857, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ഗാന്ധിയൻ ഇറ, ദേശീയ പ്രസ്ഥാനവും ഗാന്ധിജിയും. ദേശീയ പ്രസ്ഥാനത്തിന് ഗാന്ധിജി വഹിച്ച പങ്കിനെക്കുറിച്ചും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെ ഓരോ ഘട്ടങ്ങളെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. അത് കഴിയുമ്പോൾ നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നത് പാർട്ടീഷൻ അഥവാ വിഭജനം, അതായത് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങളായി നമ്മുടെ ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ പഠിച്ചുകൊണ്ട് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ അവസാനത്തിന് എത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്നത് പാർട്ട് 4, അതായത് കേരള ഹിസ്റ്ററി, നമ്മുടെ ജന്മഭൂമിയായ കേരളത്തിൻ്റെ ചരിത്രം. അതും നമ്മളിവിടെ ഏൻഷ്യൻ്റ്, മിഡീവൽ, മോഡേൺ, അങ്ങനെ 3 പീരീഡുകളായി തിരിച്ചുകൊണ്ട് 2 ചാപ്റ്റർ മാത്രമേ കേരള ഹിസ്റ്ററി നമുക്ക് പഠിക്കാനുള്ളൂ. അങ്ങനെ നമുക്ക് ടോട്ടൽ 15 ചാപ്റ്ററാണ് നമുക്ക് ഈ ഒരു ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന നമ്മുടെ പുസ്തകത്തിനകത്ത് ഉള്ളത്. 15 ചാപ്റ്റർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം എന്തെന്ന് വെച്ചാൽ വളരെ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് തന്നെ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ചരിത്രം തന്നെയാണ്. പിന്നീട് നമ്മൾ ഇത് കുറച്ചുകൂടി വിപുലീകരിച്ചു പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ്. നേരത്തെ നമ്മൾ പഠിച്ച വേൾഡ് ഹിസ്റ്ററിയെക്കാട്ടിയും എളുപ്പമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുക. ഇതിലൂടെ നമുക്ക് അടുത്ത് ഉയർന്ന കോഴ്സുകളിലൊക്കെ നമ്മൾ പോകുമ്പോഴൊക്കെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ +2ൻ്റെ നമ്മുടെ ഈ ചരിത്ര പാഠപുസ്തകം. ഈ പുസ്തകം ചെയ്തിരിക്കുന്നത് +1 ചെയ്തിരിക്കുന്ന അതേ സാറ് തന്നെയാണ്, പ്രൊഫസർ VK ഗോപിയുടെ ടെക്സ്റ്റ് തന്നെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, ഗയ പബ്ലിക്കേഷൻസിൻ്റെ NCERT സിലബസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ പേര് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യൂണിറ്റ് 1 ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ്. ഒന്നും കൂടെ പറയാം, ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ്. ബ്രിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ബ്രിക്സ് എന്ന് പറയുന്നത് ഇഷ്ടികകൾ അല്ലേ. ബീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബീഡ്സ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് മുത്തുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ മാലയിലൊക്കെ ഉപയോഗിക്കുന്ന മുത്തുകൾ. പിന്നെ പറയുന്നത് ബോൺസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലുകൾ. എന്തുകൊണ്ടാണ് ഈ ചാപ്റ്ററിന് ഈ ഒരു പേര് വന്നു എന്നതിനെക്കുറിച്ച് ടീച്ചർ ഒന്നുകൂടി വിശകലനം ചെയ്ത് തരാം. അതായത് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ള സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ, അതിനെ നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നാണ് പറയുന്നത് അല്ലേ. ഇംഗ്ലീഷിലാണ് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇതിനെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നു ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും അറിയപ്പെടുന്നു. ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും ഈ ഒരു സംസ്കാരത്തിനെ അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുകയാണ്. മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഒന്നാമത് പറയുന്നത് ടൗൺ പ്ലാനിങ് മോഹൻജദാരോ എന്ന് പറയുമ്പോൾ നിങ്ങൾ അന്തം വിട്ടു. ഇതെന്തുവാ ടൗൺ പ്ലാനിങ്, നഗരാസൂത്രണം മോഹൻജദാരോ. മോഹൻജദാരോ എന്താണ് അല്ലേ. അത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ പഠിക്കുന്നത് നോക്കിയേ, സിറ്റാഡൽ, വെയർ ഹൗസ്, ഗ്രേറ്റ് ബാത്ത്, ലോവർ ടൗൺ, റെസിഡൻഷ്യൽ ഏരിയ, ഡ്രെയിനേജ് സിസ്റ്റം. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അയ്യോ ഇതെന്തുവാ എന്ന് വിചാരിക്കരുത്. എല്ലാം നല്ല എളുപ്പമാണ്. നമുക്ക് ടീച്ചർ ഓരോ ഭാഗങ്ങളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം.
ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കിതിൻ്റെ ഇൻട്രഡക്ഷൻ പാർട്ട് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആ ഇൻട്രഡക്ഷൻ പാർട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കും. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഏകദേശം 4500 വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചും ആ സംസ്കാരത്തിൻ്റെ ജനങ്ങളുടെ ജീവിത രീതികളെക്കുറിച്ചും ആ സംസ്കാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ആർക്കിയോളജിസ്റ്റുകൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്നതിനെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ചാപ്റ്ററിലേക്ക് പോകാം. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തു വയ്ക്കുക. ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് പഠിക്കാവുന്നതാണ്. ടെക്സ്റ്റ് ബുക്ക് അപ്പോൾ ടീച്ചർ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിരിക്കാം. അല്ലാത്തവർക്ക് ഞാൻ പറയുന്നത് തന്നെ കേട്ടിട്ട് ഇതിൻ്റെ ഇൻട്രഡക്ഷൻ നോട്ടായിട്ട് എഴുതിയെടുക്കാം. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഇതിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പുസ്തകത്തിൻ്റെ ബാക്കിൽ തന്നെ ഏകദേശം 40 ക്വസ്റ്റ്യൻസുകളായിട്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഓരോ ക്വസ്റ്റ്യനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള പോർഷൻസാണ് ടീച്ചർ എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൻ്റെ ഇൻട്രഡക്ഷൻ പോയിന്റിലേക്ക് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇൻട്രഡക്ഷൻ പോയിന്റ് ടീച്ചർ വായിക്കാം. നന്നായിട്ട് പുസ്തകം ഉള്ളവർ നോക്കിയിരിക്കുക. അല്ലാത്തവർക്ക് നോട്ട് എഴുതി എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ നോട്ട് എഴുതി എടുക്കാം. ഞാൻ ഇൻട്രഡക്ഷൻ പോയിന്റ് വായിക്കാം. More than 4,500 years ago, a great civilization flourished in the northwestern part of the Indian subcontinent. More than 4,500 years ago, a great civilization flourished in the northwestern part of Indian subcontinent. ഏകദേശം 4500 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു അതിമഹത്തായ സംസ്കാരം നിലനിന്നിരുന്നു. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യ മാത്രമാണോ? അല്ല. എന്താണ് നേരത്തെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നറിയപ്പെട്ടിരുന്നത് ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്നതിനെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം അഥവാ ഇവിടെ പറഞ്ഞ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു അതിമഹത്തായ സംസ്കാരം ഏകദേശം 4500 വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതേ കാലഘട്ടത്തിൽ ഒരു സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. +1 രണ്ടാമത്തെ ചാപ്റ്ററിൽ മെസ്സപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ പഠിച്ചു അല്ലേ? അപ്പോൾ നമ്മൾ അവിടെ പഠിച്ചായിരുന്നു ഈ മെസ്സപ്പൊട്ടേമിയൻ സംസ്കാരവും ഇതുമായി വളരെയധികം അടുത്ത ബന്ധമുണ്ടെന്ന്. അപ്പോൾ അവർ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് നടത്തിയിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം 4500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 4500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹത്തായ സംസ്കാരം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. ദി സിവിലൈസേഷൻ വാസ് ഡിസ്കവേർഡ് ഫസ്റ്റ് ഇൻ 1921 അറ്റ് ദ സൈറ്റ് ഓഫ് ഹാരപ്പ. ഈ സംസ്കാരം ആദ്യമായി കണ്ടെത്തിയത് 1921 ഹാരപ്പ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പേര് അവിടെ പഠിച്ചെന്താണ്? ഹാരപ്പ. ഹാരപ്പ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു ആദ്യമായി ഈ സംസ്കാരം കണ്ടെത്തിയത് എന്നാണ് 1921. അപ്പോൾ രണ്ട് വൺ വേർഡ് ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹാരപ്പൻ സംസ്കാരം ആദ്യമായി കണ്ടെത്തിയ വർഷം ഏതാണ്? കണ്ടോ, 1921. രണ്ടാമതായിട്ട് പറഞ്ഞത് ഹാരപ്പൻ സംസ്കാരം ആദ്യമായി കണ്ടെത്തിയ സൈറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? സൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ താമസിക്കുകയും വീട് വയ്ക്കുകയും താമസിക്കുകയും ചെയ്തു പിന്നീട് അവർ ഉപേക്ഷിച്ച് പോയിട്ടുള്ള സ്ഥലങ്ങളെയാണ്. അപ്പോൾ അവർ ഉപേക്ഷിച്ച് പോകുമ്പോൾ അവരുടെ വീട് കാണാം, അവരുപയോഗിച്ചിരുന്ന സാധനങ്ങൾ കാണാം, അവയൊക്കെ ഉള്ള സ്ഥലത്തിന് പറയുന്ന പേരാണ് സൈറ്റ്. ആർക്കിയോളജിക്കൽ ടേംസ് ആണത്. അപ്പോൾ ആ സൈറ്റ്, അതായത് ആ സൈറ്റ് ഏതാണ്? അപ്പോൾ 2 ക്വസ്റ്റ്യൻ നമ്മളിവിടെ ക്ലിയർ ഔട്ട് ചെയ്തില്ലേ? അടുത്തതായിട്ട് ഇവിടെ ഇറ്റ് വാസ് കോൾഡ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇതിനെ അറിയപ്പെടുന്നത് സിന്ധു നദീതട സംസ്കാരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് വെയർ ഇനിഷ്യലി ഡിസ്കവേർഡ് ഇൻ ദ പ്ലെയിൻസ് ഓഫ് ദ റിവർ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഈ സംസ്കാരത്തിൻ്റെ മിക്ക തെളിവുകളും മെറ്റീരിയൽ റിമൈൻസുകളും നമുക്ക് ലഭിക്കുന്നത് സിന്ധു നദിയുടെ തീരങ്ങളിൽ നിന്നും അതിൻ്റെ കൈവഴികളുടെ തീരങ്ങൾ. കൈവഴികൾ എന്ന് പറഞ്ഞാൽ പോഷക നദികൾ, സിന്ധുവിൻ്റെ പോഷക നദികളായിട്ട് നമ്മൾ ചലം, ചിനാബ്, രവി, സത്ലജ് ഇങ്ങനെയൊക്കെ പഠിക്കാറുണ്ട്. അപ്പോൾ ഈ നദികളുടെ തീരങ്ങളിൽ നിന്നാണ് ഈ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയത്. അതുകൊണ്ട് ഏറ്റവും കൂടുതലായി ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ സംസ്കാരത്തെ സിന്ധു നദീതട സംസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നു. മനസ്സിലായോ?
ഇനി ഇവിടെ പറയുന്നത് അടുത്ത ഭാഗത്തിൽ പറയുന്ന ബട്ട് എന്നാൽ ദ ആർക്കിയോളജിസ്റ്റ് നെയിംഡ് ഇറ്റ് ആസ് ഹാരപ്പൻ സിവിലൈസേഷൻ. എന്നാൽ പുരാവസ്തു ഗവേഷകർ ഇതിനെ ഹാരപ്പൻ സംസ്കാരം എന്നാണ് വിളിക്കുന്നത്. വൈ? എന്തുകൊണ്ട്? ആഫ്റ്റർ ഹാരപ്പ ദ ഫസ്റ്റ് സൈറ്റ് വെയർ ദ എവിഡൻസ് ഓഫ് ദി സിവിലൈസേഷൻ വാസ് ഡിസ്കവേർഡ്. എന്താ ഈ സംസ്കാരത്തിൻ്റെ ആദ്യത്തെ സൈറ്റ് അഥവാ ആദ്യമായി കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് ഹാരപ്പയാണ്. അതുകൊണ്ട് ആർക്കിയോളജിസ്റ്റ് മീൻസ് എന്താ? പുരാവസ്തു ഗവേഷകർ ഈ സംസ്കാരത്തിനെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു ഇൻട്രഡക്ഷൻ നമ്മൾ നന്നായിട്ട് ക്ലിയർ ഔട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അടുത്ത ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ദി സിവിലൈസേഷൻ ഈസ് ഡേറ്റഡ് ബിറ്റ്വീൻ എന്താ BCE 2600 to 1900 ആണ്. അതായത് 2000 അത് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു, അപ്പോൾ അതൊന്ന് മെൻഷൻ ചെയ്യാം. എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. 2600 മുതൽ 1900 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ഈ സംസ്കാരം നിലനിന്നിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വെറും ഇൻട്രഡക്ഷൻ പോയിന്റ് മാത്രമേ ക്ലിയർ ഔട്ട് ചെയ്തിട്ടുള്ളൂ. ടീച്ചർ ഒരു പ്രാവശ്യം കൂടെ പറയാം, നന്നായിട്ട് കേൾക്കുക. എഴുതാൻ പറ്റുന്നവർക്ക് എഴുതിയെടുക്കാൻ പറ്റും. എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇൻട്രഡക്ഷൻ പോയിന്റുകൾ നമ്മൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ, ആ ചാപ്റ്ററിനകത്തുനിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഇൻട്രഡക്ഷൻ പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. നമുക്കത് അവിടെ എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് ടീച്ചർ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. ടീച്ചർ ഒരു പ്രാവശ്യം കൂടെ പറയാം. More than 4,500 years ago, a great civilization flourished in the northwestern part of Indian subcontinent. This civilization was discovered first in 1921 at the site of Harappa. It was called Indus Valley Civilization because most of its important sites were initially discovered in the plains of the river Indus and its tributaries. But the archaeologists named it as Harappan civilization. After Harappa, the first site where the evidence of this civilization was discovered. The civilization is dated between BCE. ഇതിനെക്കുറിച്ച് BCE കുറിച്ചൊക്കെ ഞാൻ +1 ക്ലാസ്സിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. BCE 2600 ആൻഡ് 1900. ഇത് ഇൻട്രഡക്ഷൻ അവിടെ കഴിഞ്ഞു. മലയാളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ടീച്ചർ ഒരു പ്രാവശ്യം മലയാളത്തിൽ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഏകദേശം 4500 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി അതിമഹത്തായ ഒരു സംസ്കാരം നിലനിന്നിരുന്നു. ഈ സംസ്കാരം ആദ്യമായി കണ്ടെത്തിയത് 1921 ഹാരപ്പ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഈ സംസ്കാരത്തിനെ സിന്ധു നദീതട സംസ്കാരം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്തെന്നാൽ ഈ സംസ്കാരത്തിൻ്റെ കൂടുതൽ തെളിവുകളും അല്ലെങ്കിൽ അവശിഷ്ടങ്ങളും നമുക്ക് ലഭ്യമാകുന്നത് സിന്ധു നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും തീരങ്ങളിൽ നിന്നാണ്. എന്നാൽ ആർക്കിയോളജിസ്റ്റുകൾ ഈ സംസ്കാരത്തിനെ ഹാരപ്പൻ സംസ്കാരം എന്നാണ് വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ടെന്നാൽ ആദ്യമായി കണ്ടെത്തിയ സൈറ്റ് ഹാരപ്പ ആയതുകൊണ്ടാണ് ഈ സംസ്കാരത്തിനെ അവർ ഹാരപ്പൻ സംസ്കാരം എന്ന് വിശേഷിപ്പിച്ചത്. സംസ്കാരത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് BCE 2600 മുതൽ 2900 വരെയുള്ള കാലഘട്ടമാണ്. എല്ലാവരും ഇൻട്രൊഡക്ഷൻ ക്ലിയർ ഔട്ട് ചെയ്തല്ലോ, എല്ലാവരും പഠിച്ചില്ലേ? അപ്പോൾ അതിനകത്ത് നിന്ന് 3 ക്വസ്റ്റ്യനാണ് ഞാൻ ഈ ഒരു ഇൻട്രൊഡക്ഷനകത്തു നിന്ന് തന്നെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സിന്ധു നദീതട സംസ്കാരം കണ്ടെത്തിയ വർഷം എന്നാണ് 1921. ആദ്യമായി കണ്ടെത്തിയ സൈറ്റ് ഹാരപ്പ. അപ്പോൾ ഇനി അതെവിടെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് വരും അല്ലേ? അത് ടീച്ചർ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഈ സംസ്കാരത്തിൻ്റെ കാലഘട്ടം ഏതായിരുന്നു? 2600 മുതൽ 1900 വരെയുള്ള കാലഘട്ടം. ഇനിയും ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ദ ആർക്കിയോളജിസ്റ്റ് നെയിംഡ് ഇറ്റ് ആസ് ഹാരപ്പൻ സിവിലൈസേഷൻ? എന്തുകൊണ്ട് ആർക്കിയോളജിസ്റ്റുകൾ ഈ സംസ്കാരത്തിനെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിശേഷിപ്പിച്ചത്? ദ ഫസ്റ്റ് സൈറ്റ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ഈസ് ഹാരപ്പ അല്ലേ? ആദ്യത്തെ സൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഹാരപ്പ ആണ്. അപ്പോൾ ഇത്രയും കാര്യം പഠിച്ചല്ലോ. ഇത് ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ONVERD CT ക്ലാസ് ടെസ്റ്റ് സാധാരണ ഞാൻ നടത്താറുള്ളത് പോലെ ONVERD ടെസ്റ്റ് ഞാൻ ഇവിടെ നടത്തും. അപ്പോൾ അത് ക്വസ്റ്റ്യൻസ് ഈ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നാലേ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ എന്തായാലും ഇൻട്രഡക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതിൻ്റെ ഫീച്ചേഴ്സിലേക്കാണ് പോകുന്നത്. ഇനി നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ടുള്ള
ആൻസേഴ്സാണ് ടീച്ചർ പറയാൻ പോകുന്നത്. അതായത് ചിലപ്പോൾ അടുത്ത ഭാഗത്തിലേക്കാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യം മനസ്സിലായല്ലോ അല്ലേ? ഇനി ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇൻട്രൊഡക്ഷൻ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇനി നമ്മുടെ പറയാൻ പോകുന്നത് ദ ഹാരപ്പൻ സിവിലൈസേഷൻ പീരീഡ് ഡിവൈഡഡ് ഇൻറ്റു 3 phases. അതായത് ഈ സംസ്കാരത്തിൻ്റെ കാലഘട്ടത്തെ 3 പീരീഡുകളായി തിരിച്ചിട്ടുണ്ട്, 3 കാലഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. അത് ഏർലി ഹാരപ്പൻ പീരീഡ് എന്നും മെച്വർ ഹാരപ്പൻ പീരീഡ് എന്നും ലേറ്റർ ഹാരപ്പൻ പീരീഡ് എന്നും അറിയപ്പെടും. അപ്പോൾ ഇത് ഒന്നും ഇങ്ങനെ ക്വസ്റ്റ്യനായിട്ട് നമ്മുടെ എന്താ പറയുക ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും ഇങ്ങനെ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടില്ല. എന്നാൽ നമ്മുടെ പുസ്തകത്തിൻ്റെ ബാക്കിലുള്ള ആദ്യത്തെ ക്വസ്റ്റ്യനാണ് ഞാനിവിടെ പറഞ്ഞത്. എന്താ ഇവിടെ ഈ ആദ്യമായിട്ട് പറഞ്ഞതാണ് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ കാലഘട്ട വിഭജനം എങ്ങനെയായിരുന്നു. നമ്മുടെ പുസ്തകത്തിൻ്റെ ബാക്കിലുള്ള ആദ്യത്തെ ക്വസ്റ്റ്യനാണ്. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനാണ്. ഒരു കാലഘട്ടമാണ് ഇത് പറയുന്നത്. അതായത് ഹാരപ്പൻ സംസ്കാരത്തെ പ്രധാനമായിട്ടും 3 കാലഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഏർലി എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യകാല ഹാരപ്പൻ കാലഘട്ടം. മെച്യൂർ എന്ന് പറഞ്ഞാൽ വികസിത ഹാരപ്പൻ കാലഘട്ടം. ലേറ്റർ എന്ന് പറഞ്ഞാൽ പിൽക്കാല ഹാരപ്പൻ കാലഘട്ടം. അതിൽ നമ്മൾ ആദ്യത്തെ 2 കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ആദ്യം ഏർലി ഹാരപ്പൻ പീരീഡിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് ടീച്ചർ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഏർലി ഹാരപ്പൻ പീരീഡ് എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും ഇറ്റ് വാസ് ദ ഫോർമേറ്റീവ് സ്റ്റേജ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരം ഉണ്ടാകുന്നതിന് തൊട്ടു മുന്നേ ഉണ്ടായ ഒരു കാലഘട്ടത്തിനെയാണ് ആദ്യകാല ഹാരപ്പൻ കാലഘട്ടം എന്ന് ഇവിടെ അറിയപ്പെടുന്നത്. ഹാരപ്പൻ സംസ്കാരത്തിന് തൊട്ടു മുന്നേയുള്ള കാലഘട്ടത്തിനെയാണ് ആദ്യകാല ഹാരപ്പൻ കാലഘട്ടം. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ ഞാൻ നോട്ടായിട്ട് തരുന്ന സമയത്ത് അത് ഞാൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് തരും. അപ്പോൾ അത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയായിട്ട് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. എന്നാൽ പോലും നമ്മൾ ഇത് പഠിച്ചുകൊണ്ടാണ് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകേണ്ടത്. അതുകൊണ്ടാണ് ടീച്ചർ ഇത് മെൻഷൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ബോർഡിൽ എഴുതി മെൻഷൻ ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഹാരപ്പൻ സംസ്കാരം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ള കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഒന്നാമതായിട്ട് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ എ ഡിസ്റ്റിങ്റ്റീവ് സ്റ്റൈൽ ഓഫ് പോട്രി എമർജ്ഡ്. ഒരു പ്രത്യേക തരത്തിലുള്ള മൺപാത്ര നിർമ്മാണം ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യപ്പെട്ടു? വികസിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. സെക്കൻഡ് പോയിൻ്റായിട്ട് ഇവിടെ പറയുന്നത് മെയിൻ ഓക്കുപ്പേഷൻ. ആ ഒരു കാലഘട്ടത്തിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിൽ മെയിൻ ഓക്കുപ്പേഷൻ. അപ്പോൾ പോയിൻ്റായിട്ട് നമ്മൾ മെയിൻ ഓക്കുപ്പേഷൻ ഈസ് അഗ്രികൾച്ചർ ആൻഡ് പാസ്റ്റലോയിസം. കാർഷിക വൃത്തിയും അതുപോലെ തന്നെ പാസ്റ്റലോയിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കന്നുകാലി വളർത്തൽ അല്ലേ? ഇതായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലെ ജനങ്ങൾ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ജനം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നോട്ട് എഴുതാൻ ഈ ഒരു പേപ്പർ എടുത്ത് എഴുതുന്നവർക്ക് എഴുതാം. അപ്പോൾ ഏർലി ഹാരപ്പൻ പീരീഡിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഡിസ്റ്റിങ്ക്റ്റ് ടൈപ്പ് ഓഫ് പോട്രി. സെക്കൻഡ് വൺ എന്താണ്? അഗ്രികൾച്ചർ ആൻഡ് പാസ്റ്റലോയിസം. തേർഡ് വൺ മൂന്നാമത്തെ പോയിൻ്റായിട്ട് ഇവിടെ പറയുന്നത് പീപ്പിൾ ആൾസോ എൻഗേജ്ഡ് സം ക്രാഫ്റ്റ്സ് അല്ലേ? ജനങ്ങൾ സാധാരണ രീതിയിലുള്ള കരകൗശല പ്രവർത്തനങ്ങളിലുമൊക്കെ ഏർപ്പെട്ടിരുന്നു. കരകൗശല പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ എന്താണ്? നമ്മളെ കുട്ട നിർമ്മാണം അല്ലേ, തവി നിർമ്മിക്കുക, അങ്ങനെയുള്ള മുത്ത് മാല നിർമ്മാണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നു. അടുത്തായിട്ട് പറയുന്നത് ഈ ഹാരപ്പൻ സെറ്റിൽമെൻറ്റ്സ് ജനറലി സ്മോൾ ഇൻ സൈസ്. ഹാരപ്പൻസ് അധിവാസ കേന്ദ്രങ്ങൾ വളരെ ചെറുതായിരുന്നു, സ്മോൾ ഇൻ സൈസ്. ആൻഡ് അനദർ വൺ ഈസ് ദെർ വർ നോ ലാർജ് ബിൽഡിങ്സ് അല്ലേ, വലിയ വലിയ കെട്ടിടങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതാണ് ഏർലി ഹാരപ്പൻ പീരീഡിൻ്റെ പ്രത്യേകതകളായിട്ട് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത മെച്യൂർ ഹാരപ്പൻ പീരീഡിലേക്ക് പോകും. വികസിത ഹാരപ്പൻ കാലഘട്ടം. ആക്ച്വലി ദിസ് പീരീഡ് ഈസ് എന്താ പറയുക ഇൻഡസ് വാലി സിവിലൈസേഷൻ പീരീഡ്. ഈ ഒരു കാലഘട്ടമാണ് എന്താ പറയുക ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ യഥാർത്ഥ കാലഘട്ടം. അത് ഞാൻ നേരത്തെ പറഞ്ഞു 2600 മുതൽ 1900 വരെയുള്ള കാലഘട്ടത്തിൽ. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണായിട്ട് ഇവിടെ പറയുന്നത് ഇറ്റ് ഡെവലപ്ഡ് സം ഓഫ് ദ ഏരിയ ഓക്കുപ്പൈഡ് ബൈ ദ ഏർലി ഹാരപ്പൻ കൾച്ചർ. അല്ലേ, ആദ്യകാല ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ വികസിത ഹാരപ്പൻ സംസ്കാരം ഉയർന്നു വന്നത്. പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് എമർജ്ഡ് ഓഫ് ലാർജ് സിറ്റീസ്. വലിയ നഗരങ്ങൾ ഉണ്ടായി. സെക്കൻഡ് വൺ ഈസ്
പ്ലാൻഡ് ടൗൺഷിപ്പ്, നഗരാസൂത്രണം അല്ലേ. തേർഡ് വൺ ഈസ് യൂണിഫോം ടൈപ്സ് ഓഫ് ബ്രിക്സ്, വെയ്റ്റ്സ്, സീൽസ്, ബീഡ്സ് ആൻഡ് പോട്രി. ഒരു പ്രത്യേക രീതിയിലുള്ള എന്താ പറയുക ഇഷ്ടികകൾ, വെയ്റ്റ്സ് എന്നോട് ഉദ്ദേശിക്കുന്ന തൂക്കക്കട്ടകൾ, അതുപോലെ തന്നെ സീൽസ് മുദ്രകൾ, ബീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞു മുത്തുകൾ, പോട്രി മൺപാത്രങ്ങൾ എന്നിവയൊക്കെ നിർമ്മിക്കപ്പെട്ടു ഈ ഒരു കാലഘട്ടത്തിൽ. ലാസ്റ്റ് വൺ ഈസ് ലോങ് ഡിസ്റ്റൻസ് ട്രേഡ്, കണ്ടോ, ദൂരദേശ വ്യാപാരം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. മെച്ചുർ ഹാരപ്പൻ പീരീഡിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് ടീച്ചർ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി അടുത്തൊരു പോയിന്റും കൂടി ഇവിടെ പറയുന്നുണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദ മെച്ചുർ ഹാരപ്പൻ പീരീഡ് വാസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് അർബൻ സെൻറ്റേഴ്സ്. കണ്ട, നഗര കേന്ദ്രങ്ങളുടെ ആവിർഭാവം ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് ഇവിടെ പറയുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന സം ഓഫ് ദ മേജർ സിറ്റീസ് ഓഫ് ദിസ് പീരീഡ്, ഈ ഒരു കാലഘട്ടത്തിലുണ്ടായ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഹാരപ്പ, മോഹൻജദാരോ, ചാൻഹുദാരോ, ലോഥൽ, കാലിബംഗാൻ, ബെനവാലി ആൻഡ് ധോളവീര. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ടീച്ചർ ബോർഡിൽ മെൻഷൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ, നമ്മളിനി അങ്ങോട്ട് പഠിക്കുമ്പോഴൊക്കെ ഈ ഒരു പേരുകൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളത് ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്തു തരാം. എന്തായാലും ഹാരപ്പൻ സംസ്കാര കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഹാരപ്പ, മോഹൻജദാരോ, ചാൻഹുദാരോ, ലോത്തൽ, കാലിബംഗാൻ, ബെനവാലി ആൻഡ് ധോളവീര. അപ്പോൾ ഈ സംസ്കാരത്തിന് നമ്മളിപ്പോൾ പറഞ്ഞ ഈ നഗരങ്ങളെല്ലാം ഇപ്പോൾ ഏറിയ പങ്കും എന്താണ്, ഇന്ത്യയിലല്ല പാകിസ്ഥാനിലാണ് സൈറ്റുകൾ. അതായത് ഇപ്പോൾ ഹാരപ്പയും മോഹൻജദാരയും ഒക്കെ പാകിസ്ഥാനിലാണ്, പിന്നെ ചാൻഹുദാര അഫ്ഗാനിസ്ഥാനിലാണ്. അപ്പോൾ ലോഥലും കാലിബംഗാൻ, ബെനവാളി, ധോളവീര ഈ സൈറ്റുകളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയിലുള്ളത്. ബാക്കിയൊക്കെ ഇപ്പം പാകിസ്ഥാനിലാണ്. എന്നാൽ ഇത് കണ്ടുപിടിക്കപ്പെട്ടിരുന്ന സമയത്ത് ഇത് പിന്നെ എന്തായിരുന്നു, പാകിസ്ഥാൻ ഇത് ഇന്ത്യയിൽ തന്നെ ആയിരുന്നു അല്ലേ. അതാണ് അങ്ങനെ അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്.